അമ്മായിയമ്മ മരുമകളെ വെട്ടിക്കൊന്ന കേസ്. അത് ശരിക്കും നമ്മളത് നോക്കുകയാണെങ്കിൽ തമാശ പോലെ എല്ലാവരും പറഞ്ഞു ഒരു ചായ കൊടുക്കാത്തത് അല്ലെങ്കിൽ ഒരു ടീയുടെ കേസാണെന്ന്. ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് എന്നെ പോലുള്ള അഡ്വക്കേറ്റ്സ് തന്നെയായിരിക്കും. ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിനെ കുറിച്ചൊക്കെ പറയുമ്പോഴേക്കും വീട്ടിനകത്ത് നടക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വക്കീൽ കേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്ര വലിയ പ്രശ്നങ്ങളൊന്നും ആക്കരുതെന്ന് നമ്മൾ എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ആപത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മിക്കപ്പോഴും സൂയിസൈഡ് ഉണ്ടാവുന്നതും ഒരു ദിവസം കൊണ്ടല്ല. അത് പീഡിപ്പിക്കപ്പെട്ട് അല്ലെങ്കിൽ ചൂഷണം ചെയ്തിട്ട് വേറൊരു വഴിയില്ല, അല്ലെങ്കിൽ എൻ്റെ ജീവിതം മുഴുവൻ നശിച്ചു, ഹോപ്പെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴായിരിക്കും മിക്കപ്പോഴും ആത്മഹത്യകളും വരുന്നത്. ഈയിടെ നമ്മളെ ഏറെ ഞെട്ടിച്ച ഒരു മർഡർ കേസാണ് നിലമ്പൂരിനടുത്ത് അമ്മായിയമ്മ മരുമകളെ വെട്ടിക്കൊന്ന കേസ്. അത് ശരിക്കും നമ്മളത് നോക്കുകയാണെങ്കിൽ തമാശ പോലെ എല്ലാവരും പറഞ്ഞു ഒരു ചായ കൊടുക്കാത്തത് അല്ലെങ്കിൽ ഒരു ടീയുടെ കേസാണെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടീയുടെ കേസാണോ അല്ലെങ്കിൽ ഒരു ചായയുടെ കേസാണോ? ഒരിക്കലുമല്ല. അത് എപ്പോഴോ ഉണ്ടായ ആ വയലൻറ്റ് നേച്ചർ അല്ലെങ്കിൽ വയലൻസിനെ കാണാതെ പോയത് അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യാതെ പോയത് അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോയതാണ് അത്ര വലിയൊരു അപകടം ഉണ്ടാവാനുള്ള ഒരു കാരണമായത്. എപ്പോഴും എല്ലാവരും വിചാരിക്കുന്നത് വീടിനുള്ളത് അല്ലെങ്കിൽ കുടുംബം എന്ന് പറയുന്നത് ഏതാണ്ടോ ഭയങ്കരമായിട്ട് കുടുംബത്തിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങളൊന്നും പുറത്തറിയരുത്, അതൊരു മോശമായിട്ടുള്ള കാര്യമാണ്, നമ്മുടെ വീട്ടിനകത്തുള്ളത് നമ്മൾ തന്നെ എടുത്ത് തീർക്കണം എന്നുള്ള ഇതിനു മുമ്പേ നമ്മൾ കേട്ട് വളർന്നതും എല്ലാ ആൾക്കാരും പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇത്ര വലിയ വയലൻസിലേക്ക് പോയത്. സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം കൂടെയാണ്. അകത്തൊരു സ്ത്രീ വന്നിട്ട് ഒരു വേദനിക്കുകയാണ് എങ്കിൽ അല്ലെങ്കിൽ അവൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ ഇവൾ തന്നെ ചില സമയത്ത് ആരുടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, ഈ മരിച്ച കുട്ടി പറഞ്ഞിട്ടുണ്ടാവാം ഈ അമ്മായിയമ്മയുടെ ക്രൂരതകളെക്കുറിച്ചോ അല്ലെങ്കിൽ അനുഭവിക്കുന്ന വേദനകളെക്കുറിച്ചോ വീട്ടിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചോ ആരുടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം. അവരെല്ലാം നിസ്സാരവൽക്കരിച്ച് എപ്പോഴും അത് നോർമലൈസ് ചെയ്ത് സാരമില്ല എന്ന് പറയുന്നതാണ് എപ്പോഴും വലിയൊരു ആപത്തിലേക്ക് പോയത്. എപ്പോഴും ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് എന്നെ പോലുള്ള അഡ്വക്കേറ്റ്സ് തന്നെയായിരിക്കും. ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിനെ കുറിച്ചൊക്കെ പറയുമ്പോഴേക്കും വീട്ടിനകത്ത് നടക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വക്കീൽ കേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്ര വലിയ പ്രശ്നങ്ങളൊന്നും ആക്കരുതെന്ന് നമ്മൾ എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ആപത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. തുടക്കത്തിലുള്ള സയൻസിനെ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് അല്ലെങ്കിൽ കാണാതെ പോകരുത്. അതെപ്പോഴും ആപത്തിലേക്ക് പോകും. അതേപോലെ തന്നെ മിക്കപ്പോഴും സൂയിസൈഡ് ഉണ്ടാവുന്നതും ഒരു ദിവസം കൊണ്ടല്ല. അത് പീഡിപ്പിക്കപ്പെട്ട് അല്ലെങ്കിൽ ചൂഷണം ചെയ്തിട്ട് വേറൊരു വഴിയില്ല, അല്ലെങ്കിൽ എൻ്റെ ജീവിതം മുഴുവൻ നശിച്ചു, ഹോപ്പെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴായിരിക്കും മിക്കപ്പോഴും ആത്മഹത്യകളും വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിയപ്പെടാതെ പോകരുത്. പ്രത്യേകിച്ച് വയലൻസ്. ഇപ്പം ഭർത്താവ് തന്നെയാണെങ്കിൽ ഒറ്റ അടി അല്ലെങ്കിൽ ഒരടിയല്ലേ സാരമില്ല, അല്ലെങ്കിൽ അപ്പോഴും മാപ്പ് ചോദിക്കുന്നു പോട്ടെ എന്ന് കരുതുന്നു. പക്ഷേ അത് പിന്നെയും വയലൻസിലേക്ക് പോകും. അടുത്ത അടിയിലായിരിക്കാം ചിലപ്പം തെറിച്ചു പോയിട്ട് ചുവരിലിടിച്ച് തലപൊട്ടി നമ്മുടെ മരണം വരെ സംഭവിക്കുക. ഈ കേസിൽ കേട്ടപ്പോൾ ഏറ്റവും വേദന തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുമ്പേ വെച്ചിട്ടാണ് ഈ അമ്മേനെ വെട്ടിക്കൊന്നത്. അത്രയും ക്രൂരമായിട്ട് സ്ത്രീ അങ്ങനെ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അവരൊരു ക്രിമിനൽ മൈൻഡ് ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിന് മുന്നേ എപ്പോഴെങ്കിലും ആ പ്രവൃത്തി അത് അവർ ചെയ്തിട്ടും ഉണ്ടാവും. അപ്പം നമ്മൾ ആ ഫാക്ട്സിലേക്ക് പോകുന്നതല്ല, അല്ലെങ്കിൽ അത് അന്ന് ആ സംഭവം മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിലമ്പൂരിൽ എന്ത് നടന്നു എന്നുള്ളതല്ല എൻ്റെ വിഷയം എന്ന് പറയുന്നത് വെറും ഒരു ചായയുടെ കേസ് അല്ല. അതിനകത്ത് എല്ലാവരും ഉത്തരവാദിത്തമില്ല. നിസ്സാരവൽക്കരിച്ച് അല്ലെങ്കിൽ അതിനെ നമ്മൾ നോർമലൈസ് ചെയ്തിട്ട് കുടുംബത്തിനകത്തുള്ള പ്രശ്നങ്ങളാണെന്ന്, അത് ഭയങ്കര ഒരു ഹാർമോണിയൽ അന്തരീക്ഷമാണ് കുടുംബം എന്ന് പറഞ്ഞ് നമ്മളതിനെ ഭയങ്കരമായിട്ട് ആവശ്യമില്ലാതെയായിട്ട് ഗ്ലോറിഫൈ ചെയ്ത് കൊണ്ടുവരുമ്പോഴുള്ളതാണ് പ്രശ്നങ്ങൾ, ഈ ഇത്രയും വലിയ ആപത്തുകളിലേക്ക് പോകുന്നത്. എപ്പോഴും നിയമം അല്ലെങ്കിൽ എല്ലാം ഈവൺ ഒരു പണിഷ്മെൻറ്റ് തന്നെ വരികയാണെങ്കിൽ ഇനി അത് ആവർത്തിക്കാതിരിക്കാനോ അല്ലെങ്കിൽ ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണോ നിയമങ്ങൾ വരുന്നത്. ഇപ്പം പ്രൊട്ടക്ഷൻ ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, പ്രിവെൻഷൻ ആൻഡ് പ്രൊട്ടക്ഷനാണ് വരുന്നത്. സ്ത്രീകളെ സംരക്ഷിക്കുന്നത് ഗാർഹിക പീഡന നിരോധിത നിയമം 2005 വന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളെ സംരക്ഷിക്കുന്നതാണ്. എന്തിനാണ് സംരക്ഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ ഒരു ആപത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചെറിയ സൈൻ വരുമ്പോൾ തന്നെ അരുത്, പ്രൊട്ടക്റ്റ് ചെയ്യുവാണ്, അവളെ സംരക്ഷിക്കണം, മേലാൽ ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് ഓർഡർ ഇടുവാണ്. ആ ഓർഡർ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ക്രൈം എടുക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ നിയമങ്ങളെക്കുറിച്ച് അറിയാതിരിക്കുക അല്ലെങ്കിൽ വീട്ടിനകത്തുള്ളതിന് പ്രശ്നങ്ങളെ നിസ്സാരവൽക്കരിക്കുക എന്ന് പറയുന്നതാണ്
ഏറ്റവും വലിയ തെറ്റുണ്ടാവുന്നത്. ചെറിയ ചെറിയ സൈൻസ് ഉണ്ടെങ്കിൽ വീട്ടിനകത്തോ അമ്മായിയമ്മയിൽ നിന്നോ അമ്മായിയപ്പനിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ ഈവൻ ഭർത്താവിൽ നിന്നോ ചില അമ്മമാർക്ക് മക്കൾ ഉപദ്രവിക്കാറുണ്ട്. അങ്ങനെ വരുന്ന ഉപദ്രവങ്ങളാണെങ്കിൽ അതിപ്പോൾ വാക്കുകൊണ്ടോ അല്ലെങ്കിൽ ഫിസിക്കലി ഉണ്ടാവുന്ന ഹാരാസ്മെൻ്റ് ആണ് എങ്കിലും അതൊരിക്കലും അംഗീകരിക്കപ്പെടില്ല. വയലൻസ് എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. എല്ലാവരും സമാധാനവും സന്തോഷമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരിന്, പ്രത്യേകിച്ച് വീടിനുള്ളിൽ എപ്പോഴും അത് നമ്മൾ അഭയം തേടുന്ന ഒരു സ്ഥലമാണ് അല്ലേ വീടെന്ന് പറയുന്നത്. ആ വീടെന്ന് പറയുന്നത് എല്ലാവർക്കും സന്തോഷവും സമാധാനമുള്ള ഒരിടമായിരിക്കണം. അതിന് ആരാണോ, ഏതെങ്കിലും ഒരു വ്യക്തി ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ അതിൽ 2 പേരായിരിക്കുമല്ലോ, ആരാണോ അതിന് ആ സമാധാനം നഷ്ടപ്പെടുത്തുന്നത്, അങ്ങനെയുള്ളവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക തന്നെ വേണം. അത് തുടക്കത്തിൽ തന്നെ അത് ചെയ്യണം. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക തന്നെ വേണം. അവരെ വീട്ടിൽ നിന്ന് പുറത്ത് പോകണമെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഭർത്താവാണെങ്കിലും ആരെങ്കിലും വീട്ടിൽ നിന്ന് പുറത്ത് പോകണമെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മൾ പുറത്താവേണ്ടി വന്നാലും കുഴപ്പമില്ല. വലിയ ആപത്തുകളിൽ നിന്ന് ഒഴിവാകാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഈ മർഡർ കേസ് വന്നു, ഈ വരുന്നതിന് മുന്നേ എപ്പോഴെങ്കിലും ആ സ്ത്രീ പറയുമ്പോഴേക്കും നിങ്ങൾ ഈ കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ സമൂഹമാണെങ്കിൽ അത് യോജിപ്പിക്കാൻ നിൽക്കും. കുഴപ്പമില്ല, അവർ താമസിക്കാൻ നിൽക്കും, അവരിനി എവിടെ പോകും, ആ വീട്ടിൽ തന്നെ താമസിക്കാൻ തുടങ്ങും. അത് ആരെങ്കിലും അവരെ അവിടെ നിന്ന് മാറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരെ സെപ്പറേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ വലിയൊരു ആപത്ത് അല്ലെങ്കിൽ ഒരു മരണം തന്നെ ഒഴിവാക്കാമായിരുന്നു. ഒന്ന് മാറി താമസിച്ചു എന്നല്ലേ ഉള്ളൂ, വലിയൊരു ആപത്ത് ഒഴിവായിക്കൂടെ? അതുകൊണ്ട് കുറച്ചുകൂടെ നമ്മൾ ചിന്തിക്കണം. ഇതൊക്കെ ഒരു സയൻസാണ്. ഇതൊരു ടീയുടെ കേസല്ല, ഒട്ടും ടീയുടെ കേസല്ല, ഒരു ചായയുടെ മരണത്തിലേക്ക് എത്തിയതല്ല. പലപ്പോഴും ഉണ്ടായ വയലൻസിനെ ഇഗ്നോർ ചെയ്തതും അത് നിസ്സാരവൽക്കരിച്ചത് കൊണ്ടുള്ളതാണ്. പിന്നെ ഡൊമസ്റ്റിക് വയലൻസിനെ നോർമലൈസ് ചെയ്ത് ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും പ്രതികരിക്കേണ്ട സ്ഥലമാണ്. ഡൊമസ്റ്റിക് വയലൻസ് നടക്കുന്ന വീടിനുള്ളിൽ നടക്കുന്ന എല്ലാ വയലൻസും, ഡൊമസ്റ്റിക് വയലൻസ് എന്നുണ്ടെങ്കിൽ അറിയാമല്ലോ, റൂഫിന് കീഴിൽ ഷെയർ ഹോൾഡ് ഹൗസിൽ നടക്കുന്നതാണ് വയലൻസ്. അതിനെ ഒരിക്കലും നോർമലൈസ് ചെയ്യരുത്.